ഹായ്. ഇന്നലെ നൈറ്റ് തന്നെ പേട്രിയറ്റ് കണ്ടായിരുന്നു. റിവ്യൂ ഇടാനുള്ളൊരു സമയം കിട്ടിയില്ല. പടത്തിനെ പറ്റി മൊത്തത്തിൽ പറയണമെങ്കിൽ നമുക്കാദ്യം മേക്കിംഗ് പറയാം. മേക്കിംഗ് കിടിലനായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. രണ്ടാമത് BGM കലക്കൻ, സുഷിൻ നല്ല കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ് കൊള്ളാം. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. മമ്മൂക്ക, ലാലേട്ടൻ. ഇതൊരു മമ്മൂട്ടി പടമാണ്. ത്രൂ ഔട്ട് മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ഡാനിയൽ കഥാപാത്രം അത്യാവശ്യം ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബലഹീനതകളൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ലാലേട്ടൻ ആദ്യ പകുതിക്ക് ശേഷം ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ എന്തിനാ വന്യെന്നുള്ളതൊക്കെ ട്രെയിലറിൽ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു ഹിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിക്കും. അതവിടെ ഇല്ല. പിന്നെ നയൻതാര, അവരൊരു ഭയങ്കര സ്റ്റാർ ആക്ട്രസ്സാണ്. അവർ ഈ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് 1-2 സീൻസ് കൊടുത്തിട്ടുണ്ട്. ഡയലോഗും ചുരുക്കം മാത്രം. അത് അവരല്ല, ആര് വേണമെങ്കിലും അത് ചെയ്യാം. പിന്നെ ഫഹദ് ഫാസിൽ ഒരുപാട് പടങ്ങളിൽ ചെയ്തിട്ടുള്ള വേഷം. അതുകൊണ്ടിട്ട് അയാൾക്കത് വളരെ വളരെ ഈസിയാണത്. പിന്നെ ചാക്കോച്ചൻ സൈലൻ്റായിട്ടൊരു പോകുന്നൊരു നന്മ. ഇതിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വിഷയം ഇപ്പോൾ മേക്കിങ്ങുള്ള എഡിറ്റിങ്ങുള്ള നല്ലൊരു കണ്ടൻ്റാണ് എങ്കിൽ പോലും എന്തുകൊണ്ട് പൂർണ്ണ തൃപ്തി നൽകിയില്ല. മമ്മൂക്ക, ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു. ഈ ഒരു ടീമിനെ കാണാനായിട്ട് തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പലരും പറയും ഇപ്പോൾ നിങ്ങൾ എന്തിന് ജോഷി പടം പ്രതീക്ഷിച്ചു, വൈശാഖിൻ്റെ പടം പ്രതീക്ഷിച്ചു എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ എന്തിന് നരസിംഹമല്ല മഹേഷ് നാരായണൻ ചെയ്യണ പടം. ശരിയാ, മഹേഷ് നാരായണൻ്റെ ശൈലിയിലൊരു പടം ചെയ്തു. പക്ഷെ അതിനു വേണ്ടി ഈ ഒരു ബഡ്ജറ്റും ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരണോ? എല്ലാവരും ഒരുപാട് പ്രതീക്ഷ വേണം. ഒന്നാമത് ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേർ ഇവർ ഒന്നിച്ച് അഭിനയിച്ച് 2020 ഒന്നും ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നാമത് കുറേ പടങ്ങളുടെ റിലീസുകളുടെ ഡേവിലൊക്കെ ഇവർ ഈ ഒരു 2 വലിയ നടന്മാരൊന്നിക്കുന്ന പടത്തിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അത് എത്ര നമ്മൾ മഹേഷിൻ്റെ പടമാണ് അങ്ങനത്തെ പടമായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ വാലിബനൊക്കെ വന്നപ്പോഴേക്കും പറയില്ലേ ലിജോ ജോസ് അങ്ങനെ പണിത്തരുവുള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കാര്യം ഇതിനൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന രീതി. ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡോ ജോസഫ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ അയാൾ മാർക്കറ്റിങ്ങിൽ വെറുതെ ധർമ്മം എന്നൊക്കെ നന്നായി കൂടുതൽ വല്ലതും കാണിച്ചു വെച്ചിരുന്നെങ്കിൽ അട്ടപ്പടലമായേനെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം ആൾക്കാർ അതേപോലെ പ്രതീക്ഷിച്ചു. ഇതിപ്പോൾ ഈ ഇക്കയും ലാലേട്ടനും ചെയ്ത റോളിലേക്ക് 2 മെയിൻ വേറെ ആൾ അല്ലെങ്കിൽ ഇവർ തന്നെ ഇപ്പോൾ അഭിനയിച്ച ചാക്കോച്ചനും ഫഫയും അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിലേക്ക് വേറെ താരങ്ങളുമാണെങ്കിലും ഈ പടം കയറിപ്പോയി. കാര്യം പടത്തിൽ ഒരു കാമ്പുണ്ട്, പടം നല്ലതാണ്. പക്ഷെ ഈ ഒരു ടീം വന്നേക്കണ കൊണ്ടിട്ട് എക്സ്പെക്റ്റേഷൻ വേറെ ലെവലിൽ പോകണ കൊണ്ടിട്ടാണ് ഈ പടം വീഴുന്നത്. കാര്യം ഇവരുടെ ഒന്നും ഡേറ്റ് നമുക്ക് എപ്പോഴും ഒന്നിച്ചൊന്നും കിട്ടാത്തതാണ്. അത് കിട്ടുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യണം. അവരിൽ നിന്നുള്ള സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പം തന്നെ ആലോചിച്ചൊക്കെ തിയേറ്ററിൽ ആൾക്കാർ ഇളകി മറിയാനായിട്ട് പോകുന്നൊരു ടൈമാണ്. ആഷിറും പിള്ളേരൊക്കെ വന്നിട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് പോകണമില്ലേ. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു സീനിയേഴ്സിനെ അതുപോലൊരു റീയൂണിയൻ വരുമ്പോൾ ഒരു കിടിലം പടം പഠിച്ച് വെക്കണ്ട. ഇനി എന്ത് പറയാനാണ്. അല്ലാതെ മഹേഷിൻ്റെ ഇതിനെ കുറ്റം പറയണല്ല. ഇവരെന്തിനും അതിലേക്ക് എടുത്തു. അതിൽ മാത്രം ശക്തമായൊരു സങ്കടമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുമ്പോഴും നല്ല അത്യാവശ്യം വർക്കായി പോകുന്നൊരു സാധനമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് ഇനി ഇതൊക്കെയാണ് ഇവരൊക്കെ വരാനുണ്ട്. പക്ഷേ താരത്തിൻ്റെ ഫാൻസിന് പോലും ഭയങ്കര നിരാശയായിരിക്കുള്ളൂ ഈ പടം. കാര്യം നമുക്ക് പിന്നെയും ഇതൊരു നല്ല ഒരു കാര്യമാണ് ഇതിൽ വന്നേക്കുന്നത് വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി പോട്ടെ ആൾക്കാർ കയറട്ടെ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. കാര്യം അത്രത്തോളം ഓഡിയൻസ് ഇതിനെ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇപ്പോൾ സെൻട്രൽ തിയേറ്ററിലാണ് ഞാൻ പടം കണ്ടത്. ഇപ്പോൾ നമുക്ക് അവരുടെ പാർക്കിങ്ങിലേക്ക് കാർ എൻട്രി ചെയ്യാൻ പോലും നല്ല ബ്ലോക്കായിരുന്നു. കാര്യം അത്രത്തോളം ഫാമിലി ഓഡിയൻസാണ് കൂടുതൽ. അല്ലാതെ ഫാൻസ് പിള്ളേരും ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാർ വന്നെന്നല്ല പറയണത്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് പടം കാണാനായിട്ട്. അപ്പോൾ അതിൽ ഈ ഒരു തൃപ്തി എത്രത്തോളം നൽകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്.
പക്ഷേ ഇതിൽ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവർ ഏതായാലും ഇത്രയും നല്ല ഫ്രണ്ട്സാണ്. കഥ ഉണ്ടാക്കാനൊന്നും ആർക്കും ഒരു പഞ്ഞവും ടൈം. ഇവരൊന്നിച്ചുള്ള ഒരു കിടിലം പടം വന്നോന്ന് തന്നെയാണ്, അതും ഉടനെ തന്നെ വന്നോന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എങ്കിലും ഈ ക്ഷീണമൊക്കെ നമുക്കൊന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗ്രേറ്റ് ഇന്ത്യൻ പേട്രിയറ്റ് ഇതുപോലെയായി. ഓക്കെ, ആൾ കയറട്ടെ. അങ്ങനെ ഒരു വൺ ടൈം വാച്ചുള്ള ഫിലിമാണ്. അവോയ്ഡ് ചെയ്തതും OTT വാച്ചിന് വേണ്ടി മാറ്റി വെക്കേണ്ട പടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കാണാൻ സാധിക്കുന്നവർ കാണും. ഏതായാലും ഇക്കയ്ക്കും ലാലേട്ടനും ഒരു ട്രിബ്യൂട്ട് കൊടുത്ത പോലെയാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നിയത്. എന്തായാലും കണ്ടിട്ട് പറയാം. ഓക്കെ, കണ്ടിട്ട് പറയാമെന്നല്ല, പറയൂ. ഓക്കെ.